നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടേക്കാണെന്ന് അറിയില്ല സാറേ, എല്ലാം വാരി കെട്ടിയാ പോയത്. എവിടേക്കോ വീട് മാറിപ്പോയെന്നാ തോന്നുന്നേ. ഇപ്പൊ പോയതേ ഉള്ളൂ, ഏറിയാൽ ഒരു 10 മിനിറ്റ്. ജസീം കുഞ്ഞും പിശാച് പിടിച്ചതുപോലെ ഒരു സ്ത്രീയോ അവിടെ താമസിച്ചിരുന്നത്. ആരോടും ഒരു സഹകരണവും ഇല്ല. ഞങ്ങൾ മിണ്ടാൻ ചെന്നാ തന്നെ ആ പെങ്കൊച്ച് ഒഴിഞ്ഞു കളയും. അല്ല, അവരെവിടേക്കാ പോയെന്നറിയാമല്ല വഴിയും. അതല്ലേ സാറേ പറഞ്ഞത്, അവർക്ക് ആരുമായും ഒരു സഹകരണവും ഇല്ലായിരുന്നു. ആ കൊച്ചിന് അമൃതം പൊടി കൊടുക്കാൻ വന്ന ആശാ വർക്കറെ പോലും അവിടുത്തെ പെണ്ണും പിള്ള അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാറേ, ഞങ്ങളാരും അങ്ങോട്ട് പോവാറുമില്ല, ഞങ്ങളാരും മിണ്ടാറുമില്ല. എന്റെ സാറേ, സാറിന്റെ ആരായി ജെസി? എന്റെ ഒരു പഴയ സ്റ്റുഡന്റാ. അതൊരു പാവം കൊച്ചായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഇല അനങ്ങിയാ പോലും അതിന് പേടിയാ സാറേ. അതല്ല സാറേ, അതിന്റെ കൂടെ താമസിക്കുന്ന തള്ളയെ കണ്ട ആർക്കും പേടി തോന്നും. പ്രേതത്തെ പോലൊരു സാധനമാ. ഞങ്ങൾ പോട്ടെ സാറേ. സാറൊരു കുഴപ്പക്കാരനല്ലെന്ന് തോന്നിയതുകൊണ്ടാ ഞങ്ങൾ ഇത്രയും സംസാരിച്ചത്. നാളെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും വരരുതേ. പാടി. ഇവിടെ സിഗ്നൽ കിട്ടുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. അങ്ങോട്ട് കുറച്ച് മാറി നിന്ന് നോക്കുമോളോ. അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ വല്ല കടുവയും കാട്ടാനേ വരുമോ? സാമിയേട്ടനെ പോലെ ഒരു കരിമ്പുലി ഇവിടെ നിൽക്കുമ്പോഴും നല്ല കഥ. അളിയ ഫൈസലെ, കാപ്പിത്തോട്ടമൊക്കെ നീ അങ്ങ് നോക്കി നടത്തിയാൽ മതി. ഞാനേ വീണ്ടും വക്കീൽ കൊണ്ടിടാൻ പോവാ. കേസ് കിട്ടാനോ ആരെങ്കിലും വക്കാലത്ത് ചോദിച്ചു വരാനോ ഞാൻ കാത്തിരിക്കുന്നില്ല. പകരം ഞാനായിട്ട് കുറെ വിഷയങ്ങൾ അങ്ങ് ഏറ്റെടുക്കുക. പൊതുജന താല്പര്യാർത്ഥം അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ, വോയിസ് ഫോർ വോയിസ്ലെസ്. നീ എനിക്ക് കൊടകിലെ ചില കണക്ഷൻസ് ലിങ്ക് ഉണ്ടായി തന്നാൽ മതി. അവിടെ ഇഞ്ചിപ്പാടങ്ങളിൽ പണിക്ക് പോയിട്ട് കാണാതായ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതാവാം ആദ്യ വിഷയമെന്ന് കരുതുക. ഇന്നലെ രാത്രി എന്റെ ഹൃദയം എന്നെ തോന്നിപ്പിച്ചതാ. എടാ നീ വെച്ചോ, വീട്ടിൽ നീ സില്ലു വിളിക്കുന്നുണ്ട്. എടാ എന്റെ അളിയ അനിയത്തിക്കുട്ടിയാ.
ഓക്കെടാ. ആ, ഹായ് കാന്താരി, പറ. ഏട്ടനിത് എവിടെയാ? ചേട്ടച്ചൻ പറഞ്ഞു വയനാട് ഭാഗത്ത് എവിടെയോ കറങ്ങുന്നുണ്ടെന്ന്. ആ, അതെ, നിനക്കൊരു ചെക്കനെ തപ്പി ഇറങ്ങിയതാ. ചുമ്മാ കളിക്കല്ലേ. എന്താ ഏതാ എവിടാ മര്യാദയ്ക്ക് പറഞ്ഞോ. എന്താ നിന്ന നിൽപ്പിലൊരു യാത്ര? എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്നോട് പറഞ്ഞു ഒന്ന് വയനാട് വരെ പോവാൻ. ഞാനിങ്ങ് പോന്നു. കുന്തം, ഇങ്ങോട്ട് വാ, അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടും. എടീ, ഞാനൊരു റിസോർട്ടിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. പിന്നെ കുറച്ച് കാപ്പിത്തോട്ടത്തിന്റെ. ഓ പിന്നെ തോട്ടം മേടിച്ചിട്ട് വേണമല്ലോ ഇവിടെ കാപ്പി കുടിക്കാൻ. പിന്നെ മരുന്നൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഗ്ലൂക്കോമീറ്ററും ഒക്കെ എടുത്തിട്ടുണ്ട്, നീ പേടിക്കണ്ട. സിഗ്നൽ കിട്ടുന്നുണ്ട്. ഹലോ 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 മോളെ കേക്കാമോ? ഹലോ അമ്മ കേൾക്കാവോ? ഹലോ ആ ഞാൻ കുറെ നേരെ ട്രൈ ചെയ്യാ. ഇവിടെ ഭയങ്കര റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. ആ എനിക്ക് തോന്നി. മോളെ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. നിരഞ്ജൻ സാറ് ഞങ്ങള് തേടി വന്ന ആ വീട് അന്വേഷിച്ച് പോയിരിക്കാ. ഞാനും സ്വാമിയേട്ടനും അങ്ങോട്ട് പോയിട്ടില്ല. ഒരു സ്ഥലത്ത് നിൽക്കുക. സ്വാമിയേട്ടൻ എനിക്ക് കാവല് നിൽക്കുക. മോളെ സൂക്ഷിക്കണം കേട്ടോ. ഹലോ കേൾക്കുന്നുണ്ടോ? അച്ഛനും കൂടി വരേണ്ടതായിരുന്നു എന്ന് പറയുന്നു കേട്ടു. ഞാനത് ഓർക്കാനായിട്ടല്ല അമ്മേ, പക്ഷെ അച്ഛൻ ഇപ്പൊ അവിടെ വേണം. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ വീട്ടിലുള്ളപ്പോ അച്ഛൻ അവിടെ ഒരു കാവലായിട്ട് വേണം. ഇല്ലേല് നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അമ്മ എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാനിവിടെ സേഫാ. ഞാൻ വിളിച്ചോളാം. ശരി മോളെ. സ്വാമിയേട്ടാ